ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാൻ കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പാൻ കേക്കിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിതിനകത്ത് പഞ്ചസാര ചേർക്കുകയേ വേണ്ട, അതിന് പകരം ഡേറ്റ്സാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പാൻ കേക്ക് കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവരും കഴിക്കാൻ പറ്റും. ഇതെല്ലാം തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ ഞെക്കിയാൽ മതി. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇതേ സമയം നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയറൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ വീട്ടിലോട്ട് പോയാലോ? അപ്പം ഞാൻ ഇവിടെ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 1.5 ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത്. വലിയൊരു ഗ്ലാസ്സാണ്. അതിനകത്ത് 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ ബേക്കിംഗ് പൗഡർ 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. 1.25 ടീസ്പൂണാണ്. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ചേർക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് പകരം ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് പാലെടുത്ത് അതൊരു 15 തൊട്ട് 16 ഈന്തപ്പഴം നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുതിർന്നാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുട്ടയൊന്ന് പൊട്ടിച്ച് അതിന് കലക്കിയെടുക്കാം. മുട്ട പൊട്ടിക്കുമ്പോൾ പറഞ്ഞാൽ ഞാൻ ഇവിടെ മഞ്ഞ തനിയെ വെള്ള തനിയാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇച്ചിരി സോഫ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോളായതൊക്കെ മുട്ടയൊക്കെ ചെയ്യാൻ വേണ്ടി അവളൊന്ന് സഹായിക്കുന്നുണ്ട് എന്നെ. അപ്പം അവൾക്ക് പാൻ കേക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവളുടെ ഇത് അനുസരിച്ചായി ചെയ്യുന്നത്. അപ്പോൾ അവളതെല്ലാം അടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പാലിനകത്ത് നമ്മൾ ഈന്തപ്പഴം കുതിർത്ത് വെച്ചില്ലായിരുന്നോ, അതൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ. അതിൻ്റെ കൂടെ ഇച്ചിരി പാലിൻ്റെ ഒഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ കലക്കിയെടുക്കാം. നല്ലപോലെ അരച്ചെടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് അതിൻ്റെ മുട്ടയുടെ മഞ്ഞയോടെ ഒഴിച്ചൊന്ന് കലക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് കലങ്ങിയ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ അതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. ഈന്തപ്പഴവും പാലും മുട്ടയുടെ മഞ്ഞയും ഇതെല്ലാം കൂടെ കലക്കി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വാനില എസൻസ്, ആ എസൻസിൻ്റെ കുപ്പിയുടെ അടപ്പിൽ തന്നെ ഒരു അടപ്പ് വാനില എസൻസ് നമുക്ക് ചേർക്കാം. നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി, അത് നല്ലതാണ്. പക്ഷേ വാനില എസൻസ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഈ മുട്ടയൊക്കെ ഇടുമ്പം അതിന് നല്ല കോമ്പിനേഷൻ നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ പാൽ ഇതിനകത്ത് ആവശ്യത്തിന് പാൽ ഒഴിക്കണമല്ലോ. ഞാനിപ്പോൾ ആ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പാൽ ടോട്ടലി ഒഴിച്ചിട്ടുണ്ട്. ഈന്തപ്പഴം കുതിർക്കാറ് 3/4 ഗ്ലാസ് എടുത്തു. പിന്നെ ബാക്കിയുള്ള പാൽ ഇതിനകത്ത് ഒഴിച്ചു 2 ഗ്ലാസ് പാൽ. ഇത്രയും പാൽ ഒഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം അതിന് പോലെ ഒഴിച്ചാലും മതി. അപ്പം നല്ലപോലെ പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് മുട്ടയുടെ വെള്ളയുടെ ഒന്ന് അതിനകത്തോട്ട് നല്ലപോലെ അത് പതപ്പിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അവളത് പതപ്പിച്ചൊന്നുമില്ല, അവൾ കൈ കൊണ്ട് വെറുതെ ഒന്ന് അടിച്ച് അത് ചേർത്തു. പതപ്പിച്ചടുപ്പിച്ചാൽ ഇച്ചിരി നന്നായിട്ടിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. പിന്നെ അത് 2 സ്പൂൺ ബട്ടർ കൂടെ ഒന്ന് ഉരുക്കി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നെയ്യ് ബട്ടർ കൂടെ ഉരുക്കി ചേർത്ത് കഴിയുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഒരു ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഇളക്കി നല്ല ഇഡ്ഡലി മാവിൻ്റെ കൺസിസ്റ്റൻസി അത്ര അതിനേക്കാട്ടിൽ ഇച്ചിരി ടൈറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പാനടപ്പയിലോട്ട് വെച്ച് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നെയ്യോ എണ്ണയോ എന്തെങ്കിലും പാനിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട് നമുക്കിനി ഒരു തവി ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. വെറുതെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ച് കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടി, നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള നല്ല ഹെൽത്തി പാൻ കേക്കാണ്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല രുചിയായിരിക്കും. പഞ്ചസാരയും ചേർക്കാതെ ഡേറ്റ്സ് വെച്ച് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി നല്ല ആരോഗ്യമുള്ള റെസിപ്പിയാണ്. ഇത് നമ്മളിതിൻ്റെ കൂടെ ഞാൻ തേൻ വെച്ച് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ സിറപ്പ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ തിന്നാലും നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയറൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. ബൈ ബൈ.